ഞാനിപ്പോ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഓ, ഓ, ധനികൻ എന്താ പറയാ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എങ്ങനെ റിട്ടയർമെന്റ് ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പല ആളുകൾക്കും ഇവിടെയുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് പൈസ ഉള്ള ആളുകൾക്ക് സമയമില്ല, സമയമുള്ള ആളുകൾക്ക് പൈസയില്ല. അങ്ങനെയുള്ള ഒരു സംഭവം. അപ്പൊ ഡോക്ടേഴ്സ് ഒരുപാട് ആളുകളുണ്ട്, ലക്ഷങ്ങള് മാസത്തിൽ വരുമാനം വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് ഒരുപാടുണ്ട്. പക്ഷെ അവർക്കൊന്നും സമയമില്ല. ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സമയമില്ലാത്തത് കൊണ്ട് തന്നെ പലരും രോഗികളാണ്. അപ്പൊ ആ രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയെ പറ്റി നമ്മൾ പലപ്പോഴും എന്താ പറയാ ബോധവാന്മാരല്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കത് എത്രമാത്രം ആളുകൾക്ക് ഇത് മനസ്സിലായിട്ട് ഉണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ചെറിയ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു കുറച്ച് സ്ലൈഡുകൾ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അതിവിടെ ഞാൻ അവതരിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2025 കടക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ പലപ്പോഴും 2025 2024 കഴിഞ്ഞു, 2025 കടക്കാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഹൗ ടു റിട്ടയർ യങ് ആൻഡ് റിച്ച്. ഇതാണ് നമുക്കറിയാം. നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ ഒരു പ്രായമായ പല പ്രായത്തിലുള്ള ആളുകളുണ്ടാവും. നമ്മൾ ഏത് പ്രായത്തിലായാലും നമുക്ക് ഒരു എന്താ പറയാ ചെറുതാകുന്ന സമയത്ത് നമുക്ക് നല്ല ഗ്രേഡുകൾ കിട്ടണം, നല്ല മാർക്കുകൾ കിട്ടണം, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്കൊരു ഫാമിലി മാൻ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നല്ല സാലറി. കാരണം കിട്ടുന്ന സാലറികളൊന്നും പോരാ. ഒരിക്കലും നമുക്കൊരു എന്താ പറയുക ഒരു തൃപ്തി വരാത്ത രീതിയിലുള്ള ലൈഫാണ്. ഒരു പ്രായം കഴിഞ്ഞ് നമുക്കറിയാം ഒരു 10-20 വയസ്സൊക്കെ ഉള്ള സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചാൽ പല ആളുകളും പറയാ എന്താ പറയാ എനിക്ക് ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് എനിക്കൊന്ന് ലൈഫ് ഒന്ന് സെക്യൂർഡ് ആവണം, നല്ല നിലയിലെത്തണം എന്നൊക്കെ ഉണ്ടാവും. അതും കഴിഞ്ഞ് നമ്മളൊരു 25-30 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളൊരു കല്യാണമൊക്കെ കഴിച്ച് നമ്മൾ ഏകദേശം ഒരു വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിയുന്ന സമയത്തും നമ്മൾ വിചാരിക്കും ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് ലൈഫിൽ രക്ഷപ്പെടാൻ സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പോഴേ രണ്ടോ കുട്ടികളാവും. അപ്പൊ അവരുടെ നോക്കലും അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 10-40 വയസ്സാകുമ്പോഴേക്കും നമുക്കൊരു വീടുണ്ടാക്കേണ്ട ചെലവുകളിലേക്ക് വരും. അപ്പോഴും നമ്മൾ പ്രാരാബ്ദം തന്നെയാണ്. അതും കഴിഞ്ഞ് 10-60 വയസ്സിൽ നിൽക്കുന്ന സമയത്തും നമ്മുടെ ലൈഫിനെ സെക്യൂർഡ് ആക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന 90% ആളുകളും ഇതേ രീതിയിലാണ്, അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അതുകൊണ്ടാണ് ശരിക്കും നല്ല വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ള ആളുകൾ പോലും 60-65 വയസ്സ് കഴിഞ്ഞിട്ടും സെക്യൂരിറ്റി പണിക്കൊക്കെ പോകേണ്ടി വരുന്നത്. കാരണം അവരുടെ ലൈഫിൽ അവർക്കൊന്നും നീക്കി വെക്കാൻ കഴിയുന്നില്ല സത്യത്തില്. അപ്പൊ നമ്മളെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ഉണ്ടായിരുന്നു, അല്ലെ? നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്ന സമയത്ത് നന്നായി പഠിച്ചിരുന്നെങ്കിൽ നമുക്കും നല്ല നിലയിലൊക്കെ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അന്നൊന്നും കഴിഞ്ഞില്ല. പക്ഷെ അന്നൊന്നും കഴിയാത്ത പല സംഭവങ്ങളും നമ്മൾ ഇപ്പൊ എടുക്കുന്ന സമയത്ത്, ഇപ്പം നമ്മുടെ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പണ്ട് നമുക്ക് കിട്ടിയിരുന്ന ഓപ്പർച്യൂണിറ്റികളൊന്നും നമ്മൾ ഉപയോഗിച്ചില്ല. പക്ഷെ ഇപ്പോഴും വൈകിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെക്യൂർഡാക്കാൻ, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും നമുക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 2-3 കമ്പനികളുടെ ഒരു സ്ലൈഡ് ഇപ്പോൾ കാണിച്ചു. ഫേസ്ബുക്ക്, യൂട്യൂബ്, ആമസോൺ. ഇതൊക്കെ കാണിക്കാനുള്ള കാരണം വെച്ചാൽ ഇതൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ള കമ്പനികളാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഇത്രയൊന്നും വലുതാവുന്ന ഒന്നും അറിഞ്ഞുകൊണ്ട് തുടങ്ങിയ കമ്പനികളല്ല ഫേസ്ബുക്കും യൂട്യൂബും ആമസോണും ഒന്നും. അപ്പം ഈ ഫേസ്ബുക്കിനെ പറ്റി മാത്രം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിൽ ഇപ്പം നമ്മുടെ ആമസോൺ തുടങ്ങിയിരിക്കുന്നതിൻ്റെ ചെറിയൊരു മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന 2 കമ്പ്യൂട്ടറും മാത്രം വെച്ച് തുടങ്ങിയൊരു പ്രോജക്റ്റാണ് ശരിക്കും ആമസോൺ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുടെ ലിസ്റ്റിലാണ് ഇവരൊക്കെ. ഇവിടെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പുതിയൊരു സംരംഭം എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ആൻഡ് പബ്ലിക്, അങ്ങനെയാ പറയാം. അപ്പൊ പേഴ്സണൽ എന്ന് പറയുന്നതിന് അപ്പം ഫേസ്ബുക്കിന് മാറ്റം പറയുന്ന സമയത്ത് ഞാൻ വായിച്ചൊരു കാര്യം എന്ന് പറയുന്നത്,
ഫേസ്ബുക്ക് ശരിക്കും അദ്ദേഹത്തിന്റെ കാമുകിയെ എപ്പോഴും കാണാനും അദ്ദേഹം മെസ്സേജ് അയക്കാനും വേണ്ടി തുടങ്ങിയതാണ് ശരിക്കും ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ അത് അയാളുടെ കൂട്ടുകാരികളിലേക്ക് എത്തി. അതാണ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ തുടങ്ങുക. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങുന്ന കാര്യം പിന്നീട് അതൊരു യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഇന്റർ യൂണിവേഴ്സിറ്റി ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിൽ കൂടി പ്രചരിപ്പിച്ച് ആവുകയും പിന്നീട് അത് വലിയ ഇതൊരു പ്രൊഫഷണൽ രീതിയിലാവുകയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പബ്ലിക് പിന്നെ എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിലേക്ക് വരികയാണ് ചെയ്യുക. ഇന്ന് ശരിക്കും അത് അദ്ദേഹത്തിന് പൈസയ്ക്ക് വേണ്ടിയിട്ടോ പേഴ്സണലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇവരൊന്നും വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ RCM എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിലുള്ള ഒരുപാട് കമ്പനികളുണ്ട്. ഈ കമ്പനികളൊന്നും ഇതിന് വേണ്ടിയിട്ടല്ല ഇപ്പം നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മളും ഒരു വലിയ ഇതേപോലെയുള്ള വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സ്റ്റാർട്ടപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് പിന്നെ നമ്മുടെ സുജിത് സാറിനെ കാണാം, മോദി സാറിനെ കാണാം, ഗോപകുമാർ സാറിനെ കാണാം, നമ്മുടെ സുരേന്ദ്ര വാർസിയെ കാണാം. ഇവരൊക്കെ തുടങ്ങിയത് പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ ആയിരിക്കും RCM അല്ലെ. സുജിത് സാറൊക്കെ തുടങ്ങിയത് അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവാൻ വേണ്ടി, കുടുംബത്തിനെ നോക്കാൻ വേണ്ടി, വരുമാനമൊന്നും ഇല്ലാത്ത സമയത്ത് എടുത്ത് തുടങ്ങിയതാ. അത് ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ വരുമാനത്തിന് വേണ്ടി. പക്ഷെ ഒരു ലെവലിൽ കഴിയുമ്പോൾ അതൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ പ്രൊഫഷണൽ രീതിയിലേക്കും ഇന്ന് അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കിന് വേണ്ടി അവർക്ക് വേണ്ടി ഒരു വരുമാനത്തിന് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല സത്യത്തിൽ അല്ലേ. സത്യത്തിൽ ഞാൻ പറയുന്നത്, അതായത് അവർക്ക് വേണ്ടിയിട്ട് ഒരു വരുമാനത്തിന് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല. അതായത് ഇപ്പം സുജിത് സാറോ മൂർത്തി സാറോ ഗോപൻ സാറോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ എന്താ പറയാ സുരേന്ദ്ര വാർസിജിയോ ഒന്നും നമുക്ക് അവരുടെ ഒരു വരുമാനത്തിന് വേണ്ടി ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ പിന്നെ കറുകുറ്റിയിൽ നമ്മളെ സുരേന്ദ്ര വാർസിജി വന്നിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതല്ല. അപ്പം അദ്ദേഹം പബ്ലിക്കിലേക്ക് അങ്ങോട്ട് പിന്നെ ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഒരു ലെവലിലേക്ക് എത്തിക്കാനും നോക്കുമ്പോൾ സഹായിക്കാനും വേണ്ടിയിട്ട് വരുന്ന ആ രീതിയിലേക്ക് നമ്മളെ ഒരു ബിസിനസ് രീതി അല്ലെങ്കിൽ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ മാറ്റുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇതിലേക്കൂടെ വരിക. ഇപ്പോൾ വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്ന് പറയുന്ന സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൊണ്ട് എന്താണ് ഗുണം? ബാക്കിയുള്ള ബിസിനസ്സും ബാക്കിയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ജോലിയും ഗവൺമെന്റ് ജോലിയും ഒക്കെ ഇതിൽ നിന്ന് കിട്ടാത്ത ഒരു സംഭവം RCM എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് കിടന്നാൽ നമുക്കൊരു വിജയത്തിന് വേണ്ടിയുള്ള ഒരു തൃഷ്ണയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. കാരണം നമുക്ക് വിജയിക്കണം, നമ്മുടെ ലൈഫിൽ ഒരു ഫ്യൂച്ചറിനെ പറ്റിയുള്ള എന്താ പറയാ ഒരു പ്രതീക്ഷ, അതേപോലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ട്. ഒരു ലീഡർഷിപ്പ് സ്കില്ല് നമുക്ക് വളർത്തിയെടുക്കാൻ ഇതിലൂടെ കഴിയും. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കണം? ബാക്കിയുള്ള ജോബുകളും RCM തമ്മിലുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗും തമ്മിലുള്ള അല്ലെങ്കിൽ RCM തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് സക്സസിന് വേണ്ടിയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന ലീഡർഷിപ്പ് സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഞാനിപ്പോൾ പണ്ട് സംസാരിച്ച പോലെ അല്ല ഇന്ന് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കും ഇതിൽ വന്നിരിക്കുന്ന പിന്നെ ആളുകളൊക്കെ. സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളായിട്ട് ഇടപഴകുന്നതിനാണ് പബ്ലിക് സ്കിൽ എന്നാണ് ഇത് പറയുക. സോഫ്റ്റ് സ്കിൽ, എങ്ങനെ ഒരാളോട് സംസാരിക്കണം, എങ്ങനെ ഒരാളോട് പെരുമാറണം എന്നൊക്കെയുള്ള ഒരു സ്കില്ലുകൾ. ഓവർകമ്മിങ് പേഴ്സണൽ ഫിയേഴ്സ്, ഡൗട്ട്സ് ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയും പേഴ്സണൽ ഫിയറും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഭയം, ഒരു സംശയം, നമ്മളെ തന്നെ സംശയിക്കുന്ന രീതിയിൽ നിന്നൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ മൈക്ക് പിടിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്നെ മുമ്പ് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ, ജയസിംഗ് സാറിനും നമ്മുടെ വിനോദ് സാറിനും ഒക്കെ അറിയണ്ടാവും എന്റെയൊക്കെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവിടുന്നൊക്കെ മാറി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ഓവർകം ഫിയർ ഓഫ് റിജക്ഷൻ, പിന്നെ ഒരു നോ കേൾക്കാനുള്ള എന്താ പറയുക ഒരു വിഷമം പലർക്കും ഉണ്ടാവും. ഞാൻ എന്തോ വലിയ സംഭവമാണെന്നാണ് അതിനു മുമ്പ് വിചാരിച്ചിരുന്നത്. പക്ഷെ RCM വന്ന സമയത്താണ് ഇത് കേൾക്കുന്ന ആളുകളാണ്, നോ കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ റിജക്ഷനെ നേരിടുന്ന ആളുകളാണ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൂ, ഒരു ലെവലിന് മുകളിലേക്ക് പോയിട്ടുള്ളൂ എന്നുള്ള. ഇൻവെസ്റ്റിംഗ് സ്കില്ല്, അതേപോലെ അക്കൗണ്ടബിലിറ്റി സ്കില്ല്, ടൈം മാനേജ്മെന്റ് സ്കില്ല്, ടീം മാനേജ്മെന്റ് സ്കില്ല്, ഗോൾ സെറ്റിങ്സ്. ടീം മാനേജ്മെന്റ് ഞാൻ അതിലേക്ക് ഫുള്ളായിട്ട് പോവാത്ത എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുറകെ വരുന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ അറിയുന്ന ആളുകളാണ്. ഗോൾ സെറ്റിംഗ്, ഒരു ഗോള് നമുക്ക് ഇല്ലായിരുന്നു പണ്ട്, ഇല്ലേ?
പല ആളുകളും ഗോള് സെറ്റ് ചെയ്യാൻ, ഗോൾ എഴുതി വെക്കാനൊക്കെ പറയുന്ന സമയത്ത് അത് ചെയ്യാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഉള്ള 20,000 രൂപയോ 30,000 രൂപയോ 25,000 രൂപയോ ആ വരുമാനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഗോള് എഴുതുന്നത്. നിങ്ങൾക്ക് പണം ഒരു പ്രശ്നമല്ലാതിരിക്കുന്ന സമയത്ത് എങ്ങനെ ഒരു സമയം നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തായിരിക്കും, എങ്ങനെയുള്ള ഒരു വീടായിരിക്കും ഉണ്ടാക്കുക, എങ്ങനെയുള്ള കാർ, അങ്ങനെ അതാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പലപ്പോഴും നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒരു 10, 20, 30 വർഷം നമ്മൾ എന്തായിരുന്നോ ആ ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് നമ്മൾ ഗോൾ എഴുതാൻ നിൽക്കുക. അതുകൊണ്ടാണ് നമുക്ക് എഴുതാൻ പറ്റാത്തത്. അതേപോലെ സിസ്റ്റമൈസേഷൻ, ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഇതിനു മുമ്പ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് ഇതൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇനി വൈ ചൂസ് RCM? ഇനി എന്തുകൊണ്ട് നമുക്ക് RCM ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, RCM എന്ന് പറയുന്നത് നമുക്കറിയാം, പിന്നെ ആംവേ ഉണ്ട്, ഹെർബലൈഫ് ഉണ്ട്, മോഡിക്കെയർ ഉണ്ട്, വെസ്റ്റീജിന്റെ മൈലേജ്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. ഞാനിപ്പോൾ ഏറ്റവും കുറച്ച് എങ്കിലും നല്ല കമ്പനികളുടെ പേരാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കാണാം, ആംവേ എന്ന് പറയുന്നത് ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ആൻഡ് വെൽനസ് ഡിവിഷനിൽ കൂടെ പോകുന്നതാണ്. മറ്റുള്ള കമ്പനി ഹെർബലൈഫും അതേപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ ആൻഡ് പിന്നെ വെൽനസ് ഡിവിഷനാണ്. മോഡിക്കെയർ FMCGയും വെൽനസും ഒക്കെ ഉള്ള കമ്പനിയാണ്. വെസ്റ്റീജ് ലൈഫ് സ്റ്റൈലും തന്നെ ടപ്പർ വരുന്ന പ്ലാസ്റ്റിക്കും ഉള്ള കമ്പനികളാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ RCM ചെയ്യണം എന്ന് ചോദിച്ചാൽ, RCM തിരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് നമ്മൾ മറ്റുള്ള കമ്പനികളും RCM തമ്മിലുള്ള യഥാർത്ഥ പ്രധാനപ്പെട്ട മാറ്റം വിഷയങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് RCMൽ വന്നത് പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു ചോയ്സ് കൊണ്ട് വന്നതാണെന്നുണ്ടെങ്കിൽ പോലും RCMനെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് ബാക്കിയുള്ള കമ്പനികൾ, ഞാൻ പറഞ്ഞു ആംവേയും ഹെർബലൈഫും എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനികളിലൊക്കെ FMCG ഉണ്ട്. പക്ഷെ RCMും തമ്മിലുള്ള വ്യത്യാസം എന്താ? FMCG എന്ന് പറഞ്ഞാൽ പേര് മാത്രമേ അവർക്ക് ഉള്ളൂ. കാരണം ഒരു മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒരു ചായപ്പൊടിയോ ഒരു സോപ്പോ ഒരു പേസ്റ്റോ മാത്രം വെച്ചിട്ടാണ് അവർ FMCG ചെയ്യുന്നത്. നമ്മളാണെന്നുണ്ടെങ്കിലോ, ഇത് ബാക്കിയുള്ള കമ്പനികളും RCM തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ സെഗ്മെന്റ് ഓഫ് RCM തന്നെയാണ്. അതിന്റെ റേഞ്ച് ഓഫ് പ്രോഡക്ട്സുകൾ തന്നെ 5000-ലധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ന്യൂട്രാസ്യൂട്ടിക്കൽ, വെൽനസ്, അഗ്രികൾച്ചർ, വീഗൻ പ്രോഡക്ട്സുകൾ, തുളസി പെയിന്റ്, ടെക്സ്റ്റൈൽസ്, പേഴ്സണൽ കെയർ, കുക്കിംഗ് ഓയിൽ, ആട്ട ആൻഡ് റൈസ്, കോസ്മെറ്റിക്സ്, ഹോം കെയർ, ഹോം അപ്ലയൻസസ്, ട്രാവൽ ബാഗ്സുകൾ, ബീവറേജസ്, സ്റ്റേഷനറി, പൂജാ സാമഗ്രികൾ, ലേഡീസ് ഗാർമെന്റ്സ്, ഫുട്വെയർ തുടങ്ങി ഇനിയിപ്പോൾ ഞാനിതിൽ എഴുതാത്ത ഒരുപാട് കാര്യങ്ങളിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മളെടുത്തിട്ടുള്ളത്. ഇതൊന്നും മറ്റു കമ്പനികൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്തൊരു പിന്നെ എന്താ പറയാ, ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇത് എത്ര പേർക്ക് മനസ്സിലായി? ഇതിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിലുള്ള ലീഡേഴ്സ് അല്ലാത്ത ആളുകളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, RCMന്റെ ഒരു വലിപ്പം, അതിന്റെ എന്താ പറയാ, അതിന്റെ ഒരു ഡെപ്ത് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കും. നമുക്ക് എത്ര പ്രൊഡക്ട്സ് എത്ര കൂടുന്നോ അതിനനുസരിച്ച് നമ്മൾ പിന്നെ ഓപ്പർച്യൂണിറ്റികളും കൂടുക. നിങ്ങൾക്ക് ഒരു കാര്യം അല്ലെങ്കിൽ വേറൊരു കാര്യം, ഒരാൾ ഡ്രസ്സ് അയാൾക്ക് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. പക്ഷെ എന്തുകൊണ്ട് ഒരു നല്ലൊരു കമ്പനി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട $2 million ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് ഐ ഡോണ്ട് ഡു ദിസ് ബിസിനസ് വിൽ ഐ ബൈ ദ പ്രോഡക്ട്സ്? ഞാൻ ഈ നമ്മൾ ഒരു കമ്പനി നമ്മളടുത്തേക്ക് വരികയാണ്. ഒരു കമ്പനിയിൽ ഒരാൾ വന്നിട്ട് നമ്മളോട് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിങ്ങൾ വരണം, ഞാനിതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന സമയത്തും അതിന്റെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 2 ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് കിട്ടുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് പിന്നെ ശരിയെന്ന് തോന്നുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ഐ ഡോണ്ട് ഡു ദിസ് ബിസിനസ്, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നില്ല എങ്കിൽ വിൽ ഐ ബൈ ദ പ്രോഡക്റ്റ്? ഈ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കും. RCMനെ നോക്കുന്നേരം എനിക്ക് 10 വർഷം 12 വർഷം 15 വർഷമായിട്ടും ബിസിനസ് ചെയ്യാതെ പ്രൊഡക്റ്റുകൾ മാത്രം വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളെ എനിക്കറിയാം. അങ്ങനെ എത്ര കമ്പനികളുടെ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാൻ മറ്റുള്ള കമ്പനികൾക്ക് കഴിയും? എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കഴിയും? കാരണം അവർക്ക് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പ്രോഡക്റ്റുകളും ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറമെയുള്ള പ്രോഡക്റ്റുകളും വാങ്ങി ഉപയോഗിക്കണം. നമ്മൾ ഇതിൽ ജീവിച്ചു പോയാൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് യു ബൈ ഇറ്റ്, ഇനിയിപ്പോൾ ഞാനത് വാങ്ങുകയാണെന്നെങ്കിൽ വിൽ യു ബൈ ഇറ്റ് അറ്റ് ദിസ് പ്രൈസ്? ഈ ഒരു വിലയിൽ നമ്മൾ അത് വാങ്ങിക്കണം. ഈ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും RCM ഈസ് ദ ബെസ്റ്റ്. ഇവിടെ RCM പ്രോഡക്ട്സിന്റെ പ്രധാനപ്പെട്ട കോമൺ കൺസ്യൂമബിൾ ആണ്. പിന്നെ കാർ എന്ന് പറയും, നമ്മൾ കോമൺ കൺസ്യൂമബിൾ ആണ്, അഫോർഡബിൾ ആണ്,
റിപ്പീറ്റബിൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, കോമൺ ആയിട്ടുള്ള കൺസ്യൂമബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ റിപ്പീറ്റബിൾ ആയിട്ട് ലഭിക്കുന്നു. കാരണം ഇത് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു പോയിട്ട് പിന്നെയും വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ മാത്രമാണ് ഒരു എന്താ പറയാ ഒരു ബിസിനസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ വാട്ടർ പ്യൂരിഫയറോ അല്ലെങ്കിൽ ഫാനോ അങ്ങനെയുള്ള സാധനങ്ങളോ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പെണ്ണ് പോലും നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട് കാലം കിട്ടും. അപ്പൊ അത് രണ്ടാമത് വാങ്ങി ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ഉപയോഗിച്ചിട്ട് തീർന്നു പോയിട്ട് വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനാണ് FMCG, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മളിവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ്, പിന്നെ ബിസിനസ് ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇത് നമ്മളെല്ലാവരും ഒരുപാട് പ്രാവശ്യം കേട്ട കാര്യമാണ്. നമ്മളെല്ലാവരും നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് 100% നമ്മൾ ഈ ഇടതുഭാഗത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു ജോലി സമ്പാദിക്കാൻ പറ്റും അല്ലേ, ജോലി സമ്പാദിക്കാം, എങ്ങനെ ഒരു ജോലിക്കാരനാവാം എന്നല്ലാതെ നമ്മളെ എങ്ങനെ ഒരു ബി ക്വാഡ്രന്റ് ബിസിനസിന്റെ നമ്മളെ അടുത്ത ലെവലിലേക്ക് നമ്മളെ എത്താൻ പറ്റുന്ന യാതൊരുവിധ ടീച്ചിങ്ങും നമുക്ക് കിട്ടുന്നില്ല. അത് മാത്രമല്ല, നമ്മളെ പഠിപ്പിക്കുന്ന അപ്പൊ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന പിന്നെ MBA പഠിക്കുന്ന BBA പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ക്ലാസ് എടുക്കുന്നത് ഒരിക്കൽ പോലും ഒരു ബിസിനസ് പോലും, ഒരു കച്ചവടം പോലും, ഒരു പേസ്റ്റ് പോലും ഒരിക്കൽ പോലും വിൽക്കാത്ത അധ്യാപകരാണ്. അപ്പം ഇവരെ സമയത്തോളം ഇവർക്ക് വായിച്ച് പഠിച്ചത് മാത്രമേ ഇവർക്ക് നമ്മളെ പഠിപ്പിക്കാനുള്ളൂ. ഇത് പഠിച്ചിട്ട് എത്ര കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ സെൽഫ് എംപ്ലോയി എന്നും പിന്നെ എംപ്ലോയീസ് എന്നും ഒക്കെ പറയുന്ന സമയത്ത് ഇവിടെ ലിവറേജ് എന്ന് പറയുന്ന കാര്യം തന്നെ ഇല്ല. ലിവറേജ് എന്ന് പറയുന്നതില്ല, ലിവറേജ് ഇല്ല. നമ്മൾ ചെയ്യുന്നു, നമുക്ക് നമ്മുടെ സമയം ആണ് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നത്. രണ്ടാമത് സെൽഫ് എംപ്ലോയിഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ഫാക്ടർ കൂടുതലാണ്. ഇവിടെയും ലിവറേജ് ഇല്ല. അവരൊരു കട തുറന്നാലും മാത്രമേ ഉള്ളൂ അവർക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ വലതേ ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് ഒരു 500ഓളം പിന്നെ തൊഴിലാളികളെ വെച്ചിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെയാണ് നമ്മൾ ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുക. പിന്നെ ഇൻവെസ്റ്റർ, പണം, അവർക്ക് കിട്ടുന്ന പണമാണ് അവരുടെ വരുമാനം. പിന്നെ അവർക്ക് പണം അവരുടെ ബിസിനസ് നോക്കിക്കോളും. അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ തൊഴിലാളികൾ, ലോകത്തിലുള്ള വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെ 4ആയി തരംതിരിച്ചതാണിത്. ഇത് നമ്മുടെ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറയുന്ന റോബർട്ട് കിയോസാക്കിന്റെ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന ഒരു ബുക്സിന്റെ ഒരു ഭാഗമാണിത്. പാസീവ് ഇൻകം. ഒരു പാസീവ് ഇൻകത്തിലേക്ക് നമ്മളെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു ബിസിനസ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് കാണിക്കാനാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇവിടെ ഉപയോഗിച്ചത്. നമ്മൾ ഒരു പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും പല ആളുകൾക്കും അറിയില്ല. അതുകൊണ്ടാണ് 10, 20, 30, 40 വർഷമായിട്ട് നമ്മൾ ഇട്ട എഫർട്ടുകളും നമ്മൾ ഇട്ട സമയവും ഒക്കെ നമുക്ക് ഒന്നും അല്ലാതെ ആയി പോകുന്നതും. നമ്മൾ 10, 60 വയസ്സ് കഴിയുന്ന സമയത്ത്, നമ്മൾ പെൻഷനായി കഴിയുന്ന സമയത്തും അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത സമയത്തും വെറും പല ഷോപ്പിന്റെയും മുമ്പിലൊക്കെ പോയി നിന്നിട്ട് സെക്യൂരിറ്റി ആയിട്ടൊക്കെ മാറേണ്ടി, പിന്നെ യൂണിഫോം ഒക്കെ ഇട്ടിരിക്കേണ്ടി വരുന്നതും. അപ്പം ഇതിൽ നിന്നും മാറി നമ്മുടെ ഈ ഇടത് ഭാഗത്ത് നിന്നും വലത് ഭാഗത്തിലേക്ക് മാറാനുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുള്ളത്. കാരണം ലോകത്തിന്റെ പിന്നെ ജനങ്ങളുടെ പോപ്പുലേഷനിൽ ഒരു വരുമാനം എടുക്കുന്ന ആളുകൾ 95% പേരും ഈ ഇടത് ഭാഗത്താണുള്ളത്. വലത് ഭാഗത്ത് വെറും 5% പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ ലോകത്തിന്റെ സമ്പത്തിന്റെ 5% മുഴുവനും 95% പൈസയും ധനവും സമ്പത്തും ഈ വലതു ഭാഗത്തുള്ള ആളുകളുടെ അടുത്താണ്. ബാക്കി 5% വേണ്ടിയിട്ടാണ് 95% പോകുന്ന നമ്മളെ പോലുള്ള സാധാരണക്കാർ, നമ്മളെ പോലെ എന്ന് പറയാൻ പറ്റില്ല, സാധാരണക്കാരുള്ള ആളുകൾ കടിപിടി കൂടുന്നത് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടുന്ന് നമുക്കൊന്ന് മാറാനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ ആശയം നമുക്ക് പറ്റുന്നത്. ഇനിയിപ്പോ ഇതിൽ നിന്ന് മാറാൻ നമുക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയിൽ തുടങ്ങാം, റിയൽ എസ്റ്റേറ്റ് തുടങ്ങാം, സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങാം, കൃഷി തുടങ്ങാം, റീറ്റെയിൽ ഷോപ്പും തുടങ്ങാം. അപ്പോൾ ഓരോന്നും നമുക്കൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഡസ്ട്രിയിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കൊമേഴ്സിന്റെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇത് മൂന്നും കൂടാതെ തന്നെ നമുക്ക് പിന്നെ പൈസ വേണം, ലാൻഡ് വേണം, ഓഫീസ് വേണം, തൊഴിലാളികൾ വേണം. ഇതൊക്കെ ഉണ്ടായാലും മാത്രമേ നമുക്കൊരു ഇൻഡസ്ട്രിയിൽ നടക്കാൻ പറ്റൂ. അപ്പൊ സാധാരണക്കാരെ നമുക്ക് അതില്ലാത്തത് കൊണ്ടാണല്ലോ, പൈസ ഇല്ലാത്തത് കൊണ്ടാണല്ലോ, മൂലധനം മുടക്കാനുള്ള മൂലധനം ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ എന്താ പറയാ
പല രീതിയിലും താഴോട്ട് പോകുന്നതും നമുക്ക് അടുത്ത ലെവലിലേക്ക് എത്താൻ പറ്റാത്തതും ഒക്കെ. പിന്നെ ഉണ്ടാവുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് കണ്ട, ഇപ്പൊ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും ഉണ്ടാവുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ എത്തിപ്പെടുന്ന ഒരു മേഖലയാണ് ശരിക്കും റിയൽ എസ്റ്റേറ്റ് മേഖല എന്നത്. ഒരുപാട് പൈസ ഉണ്ടാക്കിയ ആളുകളുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിലുണ്ടാവുന്ന നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ പലപ്പോഴും ഇതിന്റെ ബ്രോക്കർമാരായിട്ടാണ് കാണുക. നമ്മൾ പലപ്പോഴും അവിടെ സ്ഥലമുണ്ട് ഇവിടെ സ്ഥലമുണ്ട് വെച്ചിട്ട് ആളുകളെയും കൊണ്ടിട്ട് പോയി ഒരു റിയൽ എസ്റ്റേറ്റ് ചെയ്യാൻ, അതിനും വേണം പൈസ. പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ബ്രോക്കർ ആയിട്ട് മാറുന്ന ലെവലിലേക്കാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് പണം ഇരിക്കാം, നമ്മളെ പണം തന്നെ ഇരട്ടിപ്പിക്കുന്ന രീതിയിൽ ബാക്കിയുള്ള ഒരുപാട് കമ്പനികളെ ഷെയർ വാങ്ങിച്ചിട്ട്, എത്ര പേര് നിങ്ങൾക്ക് അറിയാം ഷെയർ വാങ്ങിച്ചിട്ട് പണക്കാരായത്? ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലോ നമ്മുടെ സാധാരണക്കാർ, കാരണം അതിനൊക്കെ ഒരു പ്രത്യേക നോളജ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എക്സ്പീരിയൻസിൽ കൂടെ മാത്രമേ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കിയ ആളുകളെക്കാട്ടും കൂടുതൽ പൈസ പോയ ആളുകളാണ് ഇതിൽ. ഞാൻ ഇതിലൊക്കെ കുറച്ചൊക്കെ പൈസയൊക്കെ ഇട്ടിട്ട് പൊള്ളിയ ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഒന്നാമത് കൃഷി. നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചോളം കൃഷിയെ പറ്റി വലിയതായിട്ടൊന്നും പറയണമെന്നില്ല. വയനാട്ടിലൊക്കെ കുറച്ച് കൃഷിയിലൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇതിൽ കൂടി പണക്കാരായ ആളുകളൊക്കെ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ ജീവിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ സമൂഹത്തില് പിന്നെ ആളുകളൊക്കെ ഒരു ബിസിനസ് എന്ന രീതിയിൽ ഏറ്റെടുക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് റീറ്റെയിൽ ഷോപ്പായിരുന്നു അല്ലെ. റീറ്റെയിൽ ഷോപ്പുകളാണ് എല്ലാവരും ചെയ്യാൻ പറയുക. കാരണം ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റോട് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ബിസിനസ്സുകൾ രീതിയിലുള്ള ആളുകൾ മുഴുവൻ റീറ്റെയിൽ ഷോപ്പ് ചെയ്യുന്ന ആളുകളാണ്. ഇന്നിപ്പോ എന്താ റീറ്റെയിൽ ഷോപ്പിന്റെ സ്ഥിതി ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് ഇങ്ങനെയുള്ള ചെറിയ ഷോപ്പുകളുടെ സ്ഥാനത്ത് നിന്നും വലിയ കുത്തകകൾ വന്നു കഴിഞ്ഞു. ഈ മേഖല റീറ്റെയിൽ ഷോപ്പിന്റെ, അതായത് ലോകത്തിലെ അല്ലെ നമ്മളിപ്പോ ഇന്ത്യയിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് ഒരു ബിസിനസ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു അവസരം ഉണ്ടായിരുന്ന റീറ്റെയിൽ മേഖല വരെ ഇപ്പൊ കുത്തകകൾ കൈയടക്കി കഴിയും. നമ്മൾക്ക് പറഞ്ഞ ചെറിയ ചെറിയ ഷോപ്പുകളിലൊന്നും ഇപ്പൊ ആളുകൾ പോകുന്നില്ല. ഇത്ര വലിയ വലിയ ഷോപ്പുകളിലേക്കാണ് ആളുകൾ പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു 100 രൂപയുടെ സാധനം വാങ്ങണമെങ്കിൽ പോലും നമ്മൾ വലിയ കടകളിലേക്ക്, നമ്മുടെ പർച്ചേസിങ് ഹാബിറ്റുകൾ ഒരുപാട് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ മാറുന്ന സമയത്ത് നമുക്കറിയാം ബിഗ് ബസാർ ഉണ്ട്, മോറുണ്ട്, വാൾമാർട്ട് പോലുള്ള കമ്പനികളൊക്കെ കുത്തക കമ്പനികൾ നമ്മുടെ റീറ്റെയിൽ മേഖല ശരിക്കും എന്താ പറയാ പിടിച്ചെടുത്തു കഴിഞ്ഞു അല്ലേ. അതിനും കൂടാതെ ഓൺലൈൻ ഷോപ്പ് ഇപ്പം റീറ്റെയിൽ ഷോപ്പുകളൊക്കെ വളരെ പരിതാപകരം അവരുടെ കാര്യമൊക്കെ. അവരുടെയൊക്കെ ഒരു കണക്കനുസരിച്ച് ഏകദേശം ഇപ്പൊ നമുക്കറിയാം ഈ റീറ്റെയിൽ മേഖലയിലൊക്കെ നമുക്കറിയാം വ്യാപാരി വ്യവസായിന്റെ ഒക്കെ ഒരു സമരം നമുക്ക് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുത്തകകളെ നിയന്ത്രിക്കൂ, പിന്നെ എന്താ റീറ്റെയിൽ മേഖലയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ മുമ്പിലൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള പ്ലേ കാർഡുകളും പിടിച്ചിട്ട് ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്യാനുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾ കേട്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മേഖല വരെ നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് സാധാരണക്കാരന് അപ്രാപ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ റീറ്റെയിലർ എന്ന നിലയിൽ ഉണ്ടായിരുന്ന 85% ഫെയിലാണെന്നുള്ളതാണ്. 85% കടത്തിലാണ്. 85% ആളുകളും റീറ്റെയിൽ നടത്തുന്ന ആളുകൾ ഫെയിലാണ്. ഇപ്പൊ ഒന്നുകൂടി അതിൽ കൂടിയിട്ടുണ്ടാകും. കാരണം ഓൺലൈൻ ബിസിനസ് ഒക്കെ വന്നതോടുകൂടി വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ 12% ആളുകൾ മാത്രമാണ് ഒന്ന് പിടിച്ചു നിൽക്കുന്ന ആളുകൾ പോലും. എവിടെയും എത്താതെ ആണെങ്കിൽ പോലും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആളുകൾ 12%. വെറും 3% ആളുകൾ മാത്രമാണ് ഒന്നും അതിൽ എന്തെങ്കിലും ഉണ്ടാക്കി അല്ലെങ്കിൽ അതിൽ കൂടെ ഒരു റിച്ച് ആയി എന്ന് പറയാൻ പറ്റുന്ന ആളുകൾ. അപ്പം എവിടെയാണ് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി? ഇതിൽ വന്നിരിക്കുന്ന ആളുകൾ നിങ്ങൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഏകദേശം നമ്മളൊന്ന് ആലോചിക്കുക, എവിടെയാണ് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി? എവിടെയാണോ? ഒരു 100ഓളം പേരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം എത്ര നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി എവിടെയാണ്? നമ്മൾ എങ്ങനെയാണ് ഒന്ന് രക്ഷപ്പെടുക? നമ്മൾ ഏതായാലും ഈ ലെവലിലൊക്കെ എത്തി. നമുക്ക് പിന്നെ പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിച്ചില്ല. പിന്നെ രക്ഷപ്പെടാനുള്ള വേറൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഇനി എവിടെയാണ് ഒരു രക്ഷപ്പെടാൻ നമുക്കൊരു മാർഗം? അപ്പോഴാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ദൈവം നമുക്കായിട്ട് സൃഷ്ടിച്ചു കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു കാര്യം. അതിനാണ് ഗോഡ് ഗിഫ്റ്റഡ് ഓപ്പർച്യൂണിറ്റി. ഗോഡ് ഗിഫ്റ്റഡ് ആണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. കാരണം ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്
ഏറ്റവും വലിയ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഗോഡ് ഗിഫ്റ്റഡ് ആണ് ഈ ഒരു മേഖല എന്ന് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം, ഡയറക്ട് സെല്ലിംഗ് ഈസ് ദ ഗോഡ് ഗിഫ്റ്റഡ് ഓപ്പർച്യൂണിറ്റി ഫോർ അവർ. ഇന്ന് വരെ ലോകം മനുഷ്യരാശി ഉണ്ടായ അന്ന് മുതൽ ഉള്ള കാലം എടുത്തു വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഇത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് വരെ സാധാരണക്കാരന് പ്രാപ്യമായ രീതിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഇന്ത്യ ഫ്യൂച്ചർ ഓഫ് ഡയറക്ട് സെല്ലിംഗ്, ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു റവല്യൂഷൻ തന്നെയാണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരു സ്ലീപ്പിംഗ് ജയന്റ് ആണ് ഇന്ത്യ എന്ന് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇനി വരുന്ന എന്താ പറയാ, ഇനി വരുന്ന ബിസിനസ് സംരംഭങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉണ്ട്, 140 കോടിയുടെ മുകളിലേക്ക് വന്നു. അതുപോലെ ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള ലോകത്തിലെ ഏറ്റവും വലിയൊരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ശരിക്കും ആർസിഎം ഇന്ത്യയിൽ വളരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പൊ ആർസിഎം അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംരംഭം ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു നാൾ വഴികളിലൂടെയാണ്. നമ്മൾ 1907 PCMC ആക്ട് വന്നു, ഇല്ലേ? PCMC ആക്ട് എന്ന് പറയുന്ന സമയത്ത് പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ ആക്ട്, അതാണ് ഇത് പ്രകാരമായിരുന്നു ഇതിനു മുമ്പ് വന്ന മണി ചെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഗവൺമെന്റ് നിന്നിരുന്നു. ഇതിന് പ്രത്യേക ഒരു ഒരു മോണിറ്ററിംഗ് സംവിധാനങ്ങളോ ഒരു ഗൈഡ് ലൈൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. 1996-ലും 2011-ലും ഒക്കെ നമ്മളെ ലീഡേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2016 ഗൈഡ് ലൈൻസ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഗൈഡ് ലൈൻസ് വന്നു. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂള് നിലവിൽ വന്നു. 2021 അന്നൊക്കെ സമയത്ത് നമ്മളിതിലുണ്ട് ഡയറക്ട് സെല്ലിംഗ് റൂൾസ് ആയിട്ട് മാറി. 2023 ശരിക്കും കഴിഞ്ഞ വർഷമാണ് നെറ്റ്വർക്കേഴ്സ് ഓഫ് ഡയറക്ട് സെയിൽസ് എന്ന പേരിലേക്ക് വരുന്നത്. ഡയറക്ട് സെല്ലിംഗ് എന്ന രീതിയിലേക്ക് ഞാൻ അതിന്റെ കൂടുതലായിട്ട് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാനൊന്ന് ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ എന്താ പറയുക, ഡയറക്ട് സെല്ലിന്റെ ഗൈഡ് ലൈൻസിനൊക്കെ എന്താണെന്ന് അറിയണമെന്ന് എനിക്ക് നെറ്റിൽ ഒന്ന് കയറി നോക്കണം. നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ മേഖലയിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ ഗൈഡ് ലൈൻസിൽ കൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വന്നത്. അപ്പൊ 2023 വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിഷൻ വന്നു എന്നുള്ളതാണ്. ഇതിനുള്ള ഒരു ഡെഫിനിഷൻ, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നതിന് ഒരു ഡെഫിനിഷൻ വന്നു. മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ നെറ്റ്വർക്ക് സെല്ലേഴ്സ് അതർ ദാൻ ത്രൂ പെർമനന്റ് റീറ്റെയിലേഴ്സ്. അപ്പൊ പെർമനന്റ് റീറ്റെയിൽ കൂടി അല്ലാതെ മാർക്കറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനും സെയിൽസും ഗുഡ്സ് ഓർ സർവീസ് നടത്തുന്ന നെറ്റ്വർക്ക് സെല്ലേഴ്സ് എന്ന രീതിയിലേക്കുള്ള ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഡെഫിനിഷൻ എന്നുള്ളതിന് മലയാളം എന്താ പറയാ, ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ വന്നു. ഈ ഡെഫിനിഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഒരു കാര്യമായിട്ട് ഇതിന്റെ എല്ലാ വിദഗ്ധരും കാണുന്നത്. അത് മാത്രമല്ല, ഒരു ഡയറക്ട് സെല്ലർ എന്ന് പറയുന്ന ആൾ ആരാണെന്ന് പോലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഗൈഡ് ലൈൻസിൽ എന്നുള്ളതാണ്, റൂൾസിൽ. അപ്പൊ ഡയറക്ട് സെല്ലർ ഈസ് എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ എ ഡയറക്ട് സെല്ലിംഗ് എൻറ്റൈറ്റി ത്രൂ എ ലീഗലി എൻഫോഴ്സ്ഡ് റിട്ടേൺ കോൺട്രാക്ട്. യെസ്, നിർവചനം. എൻഫോഴ്സ്ഡ് റിട്ടേൺ, നമ്മൾ ഇംഗ്ലീഷ് തന്നെ എങ്ങനെ പറയട്ടെ, മലയാളം കിട്ടുന്നില്ല. അപ്പൊ എൻഫോഴ്സ്ഡ് റിട്ടേൺ കോൺട്രാക്ട് ടു അണ്ടർടേക്ക് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഓൺ പ്രിൻസിപ്പൽ ടു പ്രിൻസിപ്പൽ ബേസിസ്. ഇതാണ് ശരിക്കും ഡയറക്ട് സെല്ലർ എന്ന് പറയുന്നതിന്റെ ഒരു നിർവചനം എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലറിന് ഇതുവരെ ഒരു ഡയറക്ട് സെല്ലർ ആണോ, നിങ്ങൾ ഡയറക്ട് സെല്ലർ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലായിരുന്നു, അതിനൊരു നിർവചിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് 2023 കാലഘട്ടങ്ങളിൽ അത് വന്നു കഴിഞ്ഞു. 2025 ഇന്ത്യ ഒരു വലിയൊരു ബൂമിങ്ങിന് സാധ്യതയുള്ള ലോകത്തിലെ ഏറ്റവും വലിയൊരു കൺട്രി ആയിട്ടാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരൊക്കെ പറയുന്നത്. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് ഈസ് എ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ എ ഡയറക്ട് സെല്ല് ചെയ്യുന്ന എൻറ്റൈറ്റികളുടെ ത്രൂ എ ലീഗലി എൻഫോഴ്സ്ഡ് റിട്ടേൺ കോൺട്രാക്ട്. അതായത് നമുക്ക് ഇതിൽ കൂടെ വരുമാനം ഉണ്ടാക്കാനും മാർക്കറ്റ് ചെയ്യാനും ഉള്ള ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആയിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആസ് പെർ ദ ഫിക്കി ആൻഡ് KPMGയുടെ പ്രകാരം 70,000 കോടി ടേൺ ഓവർ ദ നെക്സ്റ്റ് 5 years, 5 വർഷത്തിനുള്ളിൽ, നെക്സ്റ്റ് 5 years എന്ന് പറഞ്ഞാൽ
ഇത് 2020 കാലഘട്ടങ്ങളിൽ വന്നൊരു ഇതാണ്. അതായത് 2025 കഴിയുമ്പോഴേക്കും ഒരു 70,000 കോടി ടേൺ ഓവറിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നും അടുത്ത ഇന്നിപ്പോ ഡിസംബർ 2024-20 ഡിസംബറിൽ നിന്നിട്ടാണ് നമ്മളിത് പറയുന്നത്. ഇനി 2025 എന്ന് പറയുമ്പോഴേക്ക് 2025 കഴിയാൻ ഒരു 12 മാസമേ ഉണ്ടാവുള്ളൂ. ഈ 12 മാസത്തിനിടയ്ക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്, നോക്കി കാണേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾക്ക് നമ്മുടെ ടീമിനോട് പറഞ്ഞു കൊണ്ടിരിക്കേണ്ടതാണ്. ലോകത്തില് ഇന്ത്യയിൽ രണ്ട് ടൈപ്സ് ഓഫ് കമ്പനീസ് ആണുള്ളത്. ഒന്ന് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന കമ്പനികളും ഒന്ന് പ്ലാൻ സെയിൽ ചെയ്യുന്ന കമ്പനികളും. ഇവിടെയാണ് നമ്മൾ ഒരു RCMന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന കമ്പനികൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ RCMൽ അല്ലാതെ വേറെ ഏതെങ്കിലും കമ്പനികൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് അറിയാം, അവർ ആദ്യം പ്ലാനാണ് പറയുക. ആ പ്ലാൻ വിൽക്കാൻ വേണ്ടി കുറച്ച് പ്രൊഡക്ട്സുകൾ ഉണ്ടാവും. അപ്പം ആ പ്ലാനിൽ കൂടെ ഇത്ര വരുമാനങ്ങളൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് നമ്മളെ ഒരു വലിയൊരു ലെവലിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമുക്ക് 100 രൂപയുടെ പേസ്റ്റ് 750 രൂപയ്ക്കും 300 രൂപയ്ക്കും 400 രൂപയ്ക്കൊക്കെ വിൽക്കാനുള്ള ഒരു ത്വര വരിക ചെയ്യുക. പക്ഷെ RCM നേരെ തിരിച്ചാണ്. ആദ്യം നമ്മൾ പ്രൊഡക്ട്സുകളാണ് നമ്മൾ ആൾക്കാരോട് പറയുക. കാരണം പ്രൊഡക്ട്സിൽ കൂടിയാണ്, അതാണ് യഥാർത്ഥ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം പുതിയ ഡയറക്റ്റ് സെല്ലിംഗ് ഗൈഡ് ലൈൻസിൽ പറയുന്നത് കൺസ്യൂമർ ഈസ് ദ കിങ്. ഇതുവരെ നമ്മൾ പിന്നെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ മാത്രമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗിൽ കൂടിയും ഇത് കൺസ്യൂമർ ആണ് കിങ്, രാജാവ്. കൺസ്യൂമറിന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്ന ഒരു കമ്പനിയും നാളെ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത്. ഹാവ് കൺസ്യൂമർ പ്രോഡക്ട്സ് ഓർ ഡ്യൂറബിൾ പ്രോഡക്ട്സ്. നമുക്ക് എന്ത് പ്രോഡക്ട്സുകളാണ്, കൺസ്യൂമർ പ്രോഡക്ട്സുകളാണോ ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണോ നിങ്ങൾക്കുള്ളത്? ഈസ് അഫോർഡബിൾ പ്രൈസ്, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണോ കിട്ടുന്നത്? ഈസ് റിപ്പീറ്റബിൾ പ്രോഡക്ട്സ്. നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വാങ്ങി, നമ്മൾ ഉപയോഗിച്ചത് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത്, നമ്മുടെ താഴെ ഒരു 1000 പേരുണ്ടെങ്കിൽ 1000 പേരും വീണ്ടും വാങ്ങി ഉപയോഗിക്കുന്നപ്പോഴാണ് നമ്മളെ ബിസിനസ് ആവുന്നത്. അപ്പം അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിലാണോ നമ്മുടെ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം തരുന്നത്. ഇത് ഗൈഡ് ലൈൻസിന്റെ കുറച്ച് കോപ്പീസ് ആണ്. ടു ഏൺ ഈസിലി ആൻഡ് ക്വിക്ക്ലി മണി ദാറ്റ് ഈസ് ഇല്ലീഗൽ. നമ്മളോടിപ്പോൾ പറയുകയാണ്, ഇത് ഏൺ ഈസിലി, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ക്വിക്ക് മണി ലീഗലാണെന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ് നമ്മൾ മനസ്സിലാക്കുക. റെന്യൂമറേഷൻ ഫ്രം എനി ടൈപ്സ് ഓഫ് ജോയിനിങ് ദ പീപ്പിൾ. ജോയിനിങ്ങിൽ കൂടി നിങ്ങൾക്ക് വരുമാനം വരുന്നുണ്ട്. പല കമ്പനികൾക്കും ജോയിനിങ് വന്നത്, RCMനെ സംബന്ധിച്ചോളം ഒരു ജോയിനിങ് കിട്ടുക എന്ന് പറയുന്നത് യാതൊരുവിധ എന്താ പറയാ ടെൻഷനുള്ള കാര്യമല്ല. സിമ്പിൾ ആയിട്ട് കിട്ടും. പക്ഷെ അവരുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. ബാക്കിയുള്ള കമ്പനികൾക്ക് എങ്ങനെയെങ്കിലും ജോയിനിങ് കിട്ടിയാൽ മതി. കാരണം അങ്ങനത്തെ ഒരാളെ ജോയിനിങ് കൂടി തന്നെ അവർക്ക് റെന്യൂമറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്. ദാറ്റ് ഈസ് 100% മണി ചെയിൻ. അതാണ് ശരിക്കും മണി ചെയിൻ. ഒരാൾ ജോയിൻ, നിങ്ങളുടെ താഴെ ജോയിനിങ് കൂടെ നിങ്ങൾക്ക് പൈസ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരു മണി ചെയിൻ ആണ്. അത് കോഗ്നിസൻസ് ഒഫൻസ് എന്ന് പറയാം, അതിന് അർഹനാണ് എന്നാണ്. അങ്ങനെ കമ്പനികളിലെ കോഗ്നിസൻസ് ഒഫൻസ് പറഞ്ഞാൽ ഒരു കേവലം സാധാ ഒരു പോലീസുകാരന് പോലും ഇതിൽ ആക്ഷൻ എടുക്കാനും ഇതിലേക്ക് വന്നിട്ട് അതിനെതിരെ കേസ് എടുക്കാനും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൂടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ജുഡീഷ്യൽ ബോഡി എന്നുള്ളതാണ്. അപ്പൊ ക്വാളിറ്റി അഷുറൻസ് പ്രൊഡക്ട്സുകളായിരിക്കണം, കോമൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളായിരിക്കണം, അഫോർഡബിൾ പ്രൈസിൽ ലഭിക്കുന്നു, റീപർച്ചേസിങ് റീപർച്ചേസിംഗിൽ കൂടെ കിട്ടുന്നു എന്നുള്ളതാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ RCMന്റെ ഏറ്റവും പ്രത്യേകത. നമ്മൾ വന്നിരിക്കുന്നത് ഇതേപോലുള്ള ഒരു കമ്പനിയിലാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വന്നിരിക്കുന്നത് RCMലായതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ നമ്മളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റിയൽ നെറ്റ്വർക്ക് കമ്പനീസ് ലിസ്റ്റ് വിൽ പബ്ലിഷ്. ഇപ്പം 2025 സംഭവിക്കാൻ പോകുന്നത് ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനീസിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. മോണിറ്ററിംഗ് മെക്കാനിസം വന്നു കഴിഞ്ഞു. ഒരു പാസീവ് ജുഡീഷ്യൽ ബോഡി ഒരു പാസീവ് ജുഡീഷ്യൽ ബോഡി ഓൾറെഡി വന്നു കഴിഞ്ഞു. നെഗറ്റീവ് ലിസ്റ്റ് വിൽ പബ്ലിഷ്, അതായത് നല്ല കമ്പനികളും ചീത്ത കമ്പനികളും പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഈ ഒരു വർഷത്തിൽ 2025 സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുമാത്രമല്ല 2025 സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ശരിയായിട്ടുള്ള ഗൈഡ് ലൈൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള ബാക്കിയുള്ള ഒരുപാട് കമ്പനികളുണ്ട്. ഒരുപാട് കമ്പനികളിൽ ഒരു 20ഓളം കമ്പനികൾ ഉള്ളതിൽ 20-21 കമ്പനികൾ ഉള്ളതിൽ വെറും 5 കമ്പനികളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്.
ബാക്കി കമ്പനികളൊക്കെ ഇവിടെ വരാൻ പോകുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഒരു തലയും അരയും മുറുക്കിയിട്ടുള്ള വലിയൊരു എന്താ പറയാ ഒരു കോമ്പറ്റീഷന് തന്നെ വഴിയൊരുക്കുന്ന രീതിയിലേക്ക് 2025 മാറാൻ പോവുകയാണ്. ക്രിപ്റ്റോ കറൻസി ഓർ ബിറ്റ്കോയിൻ ഈസ് നോട്ട് എ ഗുഡ്സ് ഓർ സർവീസ്. നമ്മൾ ഒരു കാര്യം മനസ്സിലായത്, ക്രിപ്റ്റോയും ബിറ്റ്കോയിനൊക്കെ വീണ്ടും വരുന്നുണ്ട് കേട്ടോ, പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരുന്നുണ്ട്. ഇതൊന്നും ഒരു പിന്നെ ഗുഡ്സ് ആയിട്ടോ സർവീസ് ആയിട്ടോ ഇവര് പിന്നെ നമ്മളെ ലീഗൽ അതോറിറ്റി പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇല്ലീഗൽ ആണ്. കനോട്ട് സെൽ ദ ഗുഡ്സ് ഓൾറെഡി ഇൻ ദ മാർക്കറ്റ്. ഓൾറെഡി സെല്ല് ചെയ്യുന്ന പ്രോഡക്ട്സുകൾ മാർക്കറ്റിൽ, ട്രഡീഷണൽ മാർക്കറ്റിൽ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഒരു കാരണവശാലും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ സെല്ല് ചെയ്യാൻ പാടില്ല. അതാണ് ഹൈറിച്ചിനൊക്കെ സംഭവിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന ഇപ്പൊ ഗൈഡ് ലൈൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാംവിലാസ് പാസ്വാന്റെ ചിത്രമാണ്. ഇതിപ്പോ കേരള ഗവൺമെന്റിൽ നിന്ന് അത് അവതരിപ്പിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ ഇത് മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് MLM ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു ലെവലിലേക്ക് നമ്മുടെ ഗവൺമെന്റ് വരെ എത്തിയിരിക്കുന്നു. ഇപ്പൊ മലേഷ്യനൊക്കെ സംബന്ധിച്ചെടുത്ത് നോക്കുന്നവരാണ്, അവിടെ മലേഷ്യക്ക് നമ്മൾ വിദ്യുത് മന്ത്രി പിന്നെ വൈദ്യുതി മന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ ഡയറക്ട് സെല്ലിങ്ങിന് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് മന്ത്രി ഉണ്ട്. മന്ത്രിയുടെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിരുന്നത് ഇതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പം അവിടെ മന്ത്രി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ വരാൻ പോവുക. അപ്പൊ അടുത്ത ഒരു 2, 3, 4 വർഷത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മേഖല. നമ്മൾ എത്രമാത്രം ഇത് മനസ്സിലാക്കേണ്ടെന്നറിയാം. ആൾക്കാർ പേസ്റ്റും സോപ്പും മാത്രം വാങ്ങി വെക്കുന്ന എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ ഇതാവുന്നില്ല. നിങ്ങളുടെ തലവറ മാറ്റാൻ, നിങ്ങളുടെ 1, 2, 3, 5, 6, 7 തലമുറകൾക്ക് വരെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു മേഖലയിലാണ് നമ്മളിരിക്കുന്ന. സ്ഥലമല്ല ഞാൻ പറഞ്ഞത്, നമ്മളിരിക്കുന്ന തലം വ്യത്യസ്തമായൊരു തലത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ളത് ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഒരാളോട് ആശയം പറയാൻ. അപ്പൊ നമുക്ക് അത് തന്നെ ഭയങ്കര ഒരു എൻകറേജ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഇന്ത്യ എന്നത് കുതിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഇപ്പം ലോകത്തിലെ വെച്ച് നോക്കുന്ന സമയത്ത് 132 കോടി ഇന്ത്യൻ പോപ്പുലേഷൻ ഉള്ള സമയത്തുള്ള ഒരു സ്ലൈഡാണ് കേട്ടോ ഇത്. ഇന്നിപ്പോ 140 സംതിങ് ആയി. അപ്പൊ USA വെറും 32 കോടി ജനങ്ങൾ പോപ്പുലേഷൻ ഉള്ള അവിടെ ടേൺ ഓവർ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. 2,12,550 കോടിയാണ് അവിടെ നടക്കുന്നത്. ചൈനയിൽ 140 കോടി ഉണ്ടായിട്ട് 1,77,450 കോടി. ജപ്പാനിൽ 12 കോടി ഉണ്ടാകുമ്പോൾ 1,16,350 കോടി. കൊറിയയിൽ 5 കോടി ജനങ്ങൾ മാത്രമാണുള്ളത്, അവിടെ 94,250 കോടി. ബ്രസീലിൽ 20 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് 92,300 കോടി ടേൺ ഓവർ ഉണ്ട്. ഒരു രാജ്യത്തിന്റെ കഥയാണ് പറയുന്നത്. ജർമ്മനി, മെക്സിക്കോ, ഫ്രാൻസ്, മലേഷ്യയിൽ 3 കോടി ജനങ്ങളേ ഉള്ളൂ. അവിടെ ഏകദേശം 30,550 കോടിയാണ്. ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 140 കോടിയാണ്. ഇത് ഏകദേശം 10,800 കോടിയും ടേൺ ഓവറിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ ഇപ്പോഴും. അപ്പൊ എത്ര വലിയൊരു സാധ്യതയാണ് ഇന്ത്യയിൽ ഉള്ളതെന്ന് നോക്കിയാൽ മതി. അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ ഈസ് എ സ്ലീപ്പിംഗ് ജയന്റ് എന്ന് പറയുന്നത്. ഒരു വലിയൊരു സ്ലീപ്പിംഗ്, ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു ജയന്റ്, എന്താ പറയുക, ഒരു ഭീമാകാരനാണ് ഇന്ത്യ എന്ന് പറയാനുള്ള മെയിനായിട്ടുള്ള കാരണം അതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് പിന്നെ എന്താ പറയാ IDSA പോലെ, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ പോലുള്ള, ഫെഡറേഷൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ പോലുള്ള ഒരുപാട് മോണിറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ FDSA എന്ന് പറയുന്ന ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ഫൗണ്ടർ മെമ്പറാണ് ശരിക്കും RCM. ഇവിടെ ഇതിന്റെ ലോഗോ ആണ് ഈ കാണിക്കുന്നത്. ഫെഡറേഷൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ആനുവൽ ഡയറക്ട് സെല്ലിംഗ് മീറ്റ് ആണ് ഇത് കാണുന്നത്. 2022 നടന്നതാണിത്. ഇവിടെ ഫെഡറേഷൻ 2016 നടന്നതാണിത്. ഇനിയാണ് നമ്മൾ കാണിക്കേണ്ടത്. നിങ്ങളിപ്പോൾ മനസ്സിലുണ്ടാവും, കൊമേഴ്സ് വിഭാഗത്തിലൊക്കെ പഠിക്കുന്ന, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊമേഴ്സിൽ ബിസിനസ് എന്ന് പറഞ്ഞൊരു ബുക്കും ഉണ്ട്. ആ ബുക്കിൽ ഡയറക്ട് സെല്ലിങ്ങിന്, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പഠിക്കൊരു ചാപ്റ്റർ ഉണ്ട്. ഇന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി, കർണാടക യൂണിവേഴ്സിറ്റി, ഷൂലിനി യൂണിവേഴ്സിറ്റി, അങ്ങനെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 10-15ഓളം യൂണിവേഴ്സിറ്റികൾ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്. ബിസിനസ് സ്റ്റഡീസിൽ. അപ്പൊ നമ്മൾ ബിസിനസ് പഠിപ്പിക്കുന്നുണ്ട്. എത്ര പേർക്ക് അറിയാതെ? ഇത് ഇപ്പോഴും എന്തോ മണി ചെയിനാണ്, ആളുകളെ ചേർത്താൻ പോകുന്ന കാര്യമായിട്ടാണ് പല ആളുകളും കാണുന്നത്. ഇത് ഷൂലിനി യൂണിവേഴ്സിറ്റിന്റെ ഒരു പിക്ചറാണത്. ഷൂലിനി യൂണിവേഴ്സിറ്റി
ഓൾറെഡി ഒരുപാട് ആളുകൾ അവിടെ ജോയിൻ ചെയ്ത് പഠിച്ച് ഏകദേശം 10,000-2000 ആളുകൾ അവിടുന്ന് പഠിച്ചിറങ്ങാൻ കഴിഞ്ഞു. PG ഡിപ്ലോമ ഇൻ ഡയറക്ട് സെല്ലിംഗ് ഷൂലി യൂണിവേഴ്സിറ്റിന്റെ ഒരു പരസ്യമാണ് ഈ കാണുന്നത്, ഷൂലി യൂണിവേഴ്സിറ്റിന്റെ. അപ്പം 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് വേണം ഈ ഒരു കോഴ്സ്, നമ്മൾ 1 വർഷത്തെ കോഴ്സ് എടുത്ത് പഠിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് ഒരു പൈസ പോലും ഇല്ലാതെ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പൈസ പോലും ഇല്ലാതെ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ സൂമിലോ ഗൂഗിൾ മീറ്റിലോ ഇരുന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ, നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ചേഞ്ച് ആവാൻ, അടുത്ത ഒരു ബി ക്വാഡ്രന്റ് ബിസിനസ് ലെവലിലേക്ക് നിങ്ങൾക്ക് മാറാനുള്ള ഒരു അവസരം പഠിക്കണമെങ്കിൽ 1 വർഷത്തിന് ഒരു 1.5 ലക്ഷം, ഏറ്റവും ചുരുങ്ങിയത് 1.5 ലക്ഷം രൂപ കൊടുക്കണം. എന്നിട്ട് അവിടെ ഇരുന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം പഠിച്ചതിന് വേണം നിങ്ങൾ ഡയറക്ട് സെല്ലറുടെ താഴെ വന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ. ഇവിടെ അതൊന്നും വേണ്ട. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേരം തന്നെ നമുക്ക് ഏർണിങ്സ് കിട്ടുന്നു, അല്ലേ? പൈസ ഇങ്ങോട്ട് കിട്ടുക. എന്നിട്ടും പല ആൾക്കാരും ഞാൻ 6 മാസമായി വന്നിട്ട് 1 വർഷമായി വന്നിട്ട് എനിക്ക് 600 രൂപയെ കിട്ടിയുള്ളൂ, 500 രൂപയെ കിട്ടിയുള്ളൂ എന്ന് പരിതപിക്കുക, അല്ലേ? അപ്പൊ നമ്മൾ എത്രമാത്രം മാറി. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, PG ഡിപ്ലോമ ഇൻ ഡയറക്ട് സെല്ലിംഗ് ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപ. ഡ്യൂറേഷൻ 1 വർഷം, ഫുൾ ടൈം ആണെങ്കിൽ കോഴ്സ് ലെവൽ PG ഡിപ്ലോമ ഇൻ ഡയറക്ട് സെല്ലിംഗ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് യൂണിവേഴ്സിന്റെ ഒരു പേജാണത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ദ പാസ്റ്റ് ഈസ് ഇൻ യുവർ ഹെഡ്. ഭൂതകാലം എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിലാണുള്ളത്, നമ്മുടെ തലയിലാണ്. നിങ്ങളുടെ തലയിൽ കൊണ്ട് നടത്തുന്നത്. ദ ഫ്യൂച്ചർ ഈസ് ഇൻ യുവർ ഹാൻഡ്. അടുത്തുള്ള ഭാവി എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള ആളുകളുടെ കൈകളിലാണ്. ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ 140 കോടിയിൽ വെറും 1% ആളുകൾ മാത്രം ആർസിമിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴും 1% എത്തിയിട്ടില്ല. നിങ്ങൾ ഒരു 40% അല്ലെങ്കിൽ ഒരു 10% ആളുകൾ മാത്രം എങ്കിലും ഇതിലേക്ക് വന്നിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? വെറും 10%. 140 കോടി ജനങ്ങളിലെ വെറും 10% വന്നാൽ ഒരു 14 കോടി, ഒരു 14 കോടി ജനങ്ങൾ മാത്രം ഇതിലേക്ക് സീരിയസ് ആയിട്ട് ഇതിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെയുള്ള മാറ്റം എന്ന് ഇപ്പം നമുക്ക് നോക്കി കാണാൻ പറ്റണം. വിന്നേഴ്സ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ഡിറ്റർമിനേഷൻ. എല്ലാ ആളുകളും വളരെ ബുദ്ധിയുള്ള ആളുകളോ വളരെ എഡ്യൂക്കേറ്റഡ് ഉള്ള ആളുകളോ എക്സ്ട്രാ സ്കില്ലുള്ള ആളുകളോ ഒന്നുമല്ല. അവര് എക്സ്ട്രാ ഡിറ്റർമിനേഷനുള്ള ഒരു തീരുമാനമാണ്. മറ്റുള്ളവർ സാധാരണ ആളുകൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ആളുകളാണ് വിന്നേഴ്സ് ആയിട്ട് മാറുന്നത്. ഇവിടെ നിങ്ങളുടെ ആക്ഷൻ ചേഞ്ച് തിങ്സ്. നിങ്ങൾ ജോയിൻ ചെയ്തത് കൊണ്ടോ നിങ്ങൾ നല്ലൊരു ലീഡറെ താഴെ വന്നത് കൊണ്ടോ നിങ്ങൾ ഒരുപാട് ആർസിമിന്റെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ടോ ഒന്നും നിങ്ങൾ ഒരു വലിയ ലീഡറായി മാറാനോ നിങ്ങളുടെ ഒരു ടീം വലിയൊരു ലെവലിലേക്ക് എത്താനോ പാടില്ല. നിങ്ങൾ എന്ന് മുതൽ ശരിയായ രീതിയിലുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുന്നോ അതാണ് നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ വെള്ളവും മാറ്റിമറിക്കുന്നത്. പക്ഷെ ഇവിടെ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം, എന്തോ ഉള്ളിൽ നിന്ന് വലിക്കുന്നത്. ഇത് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് നമുക്ക് മിസ്റ്റേക്കുകൾ വരുത്താൻ സമ്മതിക്കാത്തൊരു എന്താ പറയാ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലെ? നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്താലും മിസ്റ്റേക്കിനൊക്കെ നമ്മളിപ്പോ എങ്ങനെയാ ഒരു സ്കൂളിൽ പഠിക്കാം, അത് നമ്മുടെ ഉള്ളിലുണ്ട് ആ സാധനം. കാരണം നമ്മളിപ്പോ എന്തായാലും ഒരു 10ാം ക്ലാസ് എന്തെങ്കിലും പാസ്സായ അല്ലെങ്കിൽ 10ാം ക്ലാസ് എന്തെങ്കിലും കഴിയാത്തവര് കുറവായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്നു 1 വർഷം ഒക്കെ ഇരുന്ന് പഠിച്ചതിന് കുറച്ച് ബൈഹാർട്ട് ആക്കിയുള്ള സാധനത്തിന് നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ടോ നമ്മൾ പേപ്പറിൽ എഴുതിയിട്ട് പരീക്ഷയ്ക്ക് എഴുതിയിട്ട് അതിന് മാർക്ക് ഇടുക. ആ സമയത്ത് നിങ്ങൾക്ക് എന്താണോ ഓർമ്മ വന്നത് അതിനാണ് മാർക്ക് കിട്ടുന്നത്. ഇതും ലൈഫുമായിട്ട് എൻറ്റയർലി ഡിഫറൻസാ. ഇങ്ങനെയല്ലല്ലോ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അടുത്ത ലെവലിലേക്ക് എത്തുന്നതൊന്നും. നമ്മൾ മിസ്റ്റേക്കുകൾ സംഭവിച്ച് മിസ്റ്റേക്കുകളിൽ കൂടെ മിസ്റ്റേക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരവും നമുക്ക് സ്കൂളുകളിലോ കോളേജുകളിലോ തരുന്നില്ല. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പണിഷബിൾ ആണ്, നിങ്ങളുടെ മാർക്ക് കുറയ്ക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്കൂളിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ വരാന്തയിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ബെഞ്ചിമിൽ കയറി നിൽക്കേണ്ടി വരും, അല്ലെ? ഇങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഒരു വിഷമാണ്. അത് അങ്ങനത്തെ എന്തൊക്കെയോ നമ്മളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഹോൾഡ് ചെയ്യുന്നത് എന്താണോന്ന് വെച്ചാൽ
അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകാനുള്ള തീരുമാനം ഒന്ന് തന്നെ നിങ്ങൾ എടുക്കുക. കാരണം ഇനി അധികം സമയമില്ല നമ്മുടെ ഉള്ളിൽ. ഈ ഈ ഒരു കുതിരയെ കെട്ടിയിരിക്കുന്നു നോക്കിയാൽ കുതിര എങ്ങോട്ടും പോകില്ല. കാരണം എന്താ? ഒരു കസേരയുടെ മുകളിലാണ് ആ കുതിരയെ കെട്ടിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതേപോലെയാണ് പല ആളുകളും എന്തിനൊക്കെയോ വേണ്ടി എന്തോ ഒന്ന് പുതിയത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല, ലീഡേഴ്സിന് മനസ്സിലാകുന്നില്ല, അവനവന് തന്നെ മനസ്സിലാകുന്നില്ല. ഈ ഒരു കാര്യം ഒന്ന് വലിച്ചു കുടഞ്ഞാൽ തെറിച്ചു പോകുന്ന ഒരു കസേര ഒക്കെ കെട്ടിയിട്ടിട്ട് ആ കുതിര അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെയല്ലേ നമ്മൾ പല ആളുകളും നിങ്ങളുടെ മൈൻഡ് സെറ്റിനുള്ളത് ഉള്ളിലുള്ളത് എന്തോ ഒന്ന് ഒഴിവാക്കാനുള്ള ഒരു 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 ചെറിയ ഒരു കാര്യം ഒന്ന് തട്ടിത്തെറിപ്പിക്കാനുണ്ട്. അല്ലേ? ഇതൊന്ന് ഒന്ന് ക്ലിയർ ആക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. ഇങ്ങനെ ആയിരിക്കരുത് 2025 എന്ന് പറയുന്നത്. ഇത് ഇത് നമ്മുടെ റോബർട്ട് കിയോസാക്കിയുടെ നമ്മുടെ ദ ബിസിനസ് സ്കൂൾ എന്ന് പറയുന്ന ഒരു പിന്നെ ബുക്കിലുള്ള ഒരു പേജ് ഞാൻ ഫോട്ടോ എടുത്തതാണിത്. ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ നിന്നാണ് നമ്മൾ ഒരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നതെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു കാര്യം ഇതാ. ഇവിടെ സ്കൂളിൽ നമ്മളൊരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. നമ്മൾ താഴോട്ട് ഇവിടെ ഒരു പ്രാവശ്യം വീണു, ഇവിടെ രണ്ടാമത്തെ കുത്തിൽ 2 പ്രാവശ്യം വീണു, മൂന്നാമത്തെ പ്രാവശ്യം വന്നു, 4ാമത്തെ പ്രാവശ്യം വീണു. എപ്പോഴൊക്കെ നമുക്ക് മാർക്ക് കുറയാണ് അവിടെ. ഈ മാർക്ക് കുറഞ്ഞ 5ാമത്തെ ലെവലിൽ എത്തുമ്പോഴേക്കും നമുക്ക് നമ്മളെ നോക്കിയിട്ട് നമ്മളെ ഫ്രണ്ട്സോ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കളിയാക്കുകയോ ഒന്ന് ചിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ ആ സാധനം ഇട്ടേച്ച് നമ്മൾ പോവുകയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെയൊക്കെ ഞാനൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരാള് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ആസിമിൽ വന്നതിന് ശേഷം കിട്ടിയ സ്കില്ലുകൾ. എനിക്കറിയാം ഇത് പഠിക്കാതെ ഇതിൽ എന്തെങ്കിലും ഒന്നും ആവാതെ ആസിമിലൊന്നും ആവാൻ കഴിയില്ല. നമ്മുടെ ലീഡർഷിപ്പ് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള എന്താ പറയുക ധൈര്യം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം. ഞാനിപ്പോ പല കാര്യങ്ങൾ കൊണ്ടും ഞാൻ നേരത്തെ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു വിനോദ് സാർ എൻ്റെ ഒരുപാട് മാതൃകയാണ്. ഞാൻ ഒരുപാട് എൻ്റെ ഗുരു തുല്യനായിട്ട് കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരുപാട് സെഷൻസും നമുക്കറിയാം. നമ്മൾ കോഴിക്കോട് നടന്നിരുന്ന നമ്മുടെ വീക്കിലി മീറ്റിങ്ങിലൊക്കെ വന്നിരുന്നിട്ട് അവിടുന്ന് പ്ലാൻ കേട്ടിട്ടാണ് ഞാനൊക്കെ ആർസിമിന്റെ പ്ലാൻ പറയാൻ പഠിച്ചതും എഴുതാൻ പഠിച്ചതും സംസാരിക്കാൻ പഠിച്ചതും മറ്റുള്ളവരോട് സംസാരിക്കാൻ പഠിച്ചതും ഒക്കെ. ഇതൊക്കെ ഒരിക്കൽ പോലും എന്നോട് അവിടെ വന്നിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ വെൽക്കം ചെയ്യാനും MC ആവാനൊക്കെ പറയുന്ന സമയത്ത് പേടി ഉണ്ടെങ്കിൽ പോലും ഞാൻ ഒരിക്കലും പിന്മാറാൻ തയ്യാറല്ല. പിന്മാറിയ ആൾക്കാരൊക്കെ വേറെ ഉണ്ടാവും. പക്ഷെ ഞാൻ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചു. കാരണം എനിക്കിത് എന്തെങ്കിലും ആയേ പറ്റൂ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും സ്റ്റേജിൽ നിന്നൊക്കെ സംസാരിച്ചത് മുഴുവൻ പറയാൻ പറ്റാതെ കണ്ണിലൊക്കെ വെള്ളം വന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. വിനോദ് സാറിന് ശരിക്കും അറിയാൻ മതിയാവും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇത് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ സ്റ്റേജിൽ നിന്നിട്ട് വിയർക്കാതെ സംസാരിച്ച് തുടങ്ങാൻ അതൊക്കെ വലിയൊരു വഴികളാണ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ 2025 എന്നുള്ളത് നമ്മുടെ സ്വപ്ന തുല്യമായ ഒരു വർഷമായിട്ട് കാണാം. കാരണം സിൽവർ ജൂബിലി വരാൻ പോവുകയാണ്. ആസിമിന്റെ സിൽവർ ജൂബിലി വരാൻ പോവുകയാണ്. അപ്പൊ ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് അവിടെ എന്തായാലും ഒരു റോയൽറ്റീന്റെ അബവ് ഉള്ള ആളുകൾക്ക് അവിടെ റെക്കഗ്നേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു ബിഗിനർ പിന്നിൽ അച്ചീവ് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഉടനെയുള്ള ആളുകൾക്ക് പോലും അടുത്ത ലെവലിലേക്ക് എത്താൻ ഒരു വർഷം മതിയാവും. കാരണം ആ രീതിയിലാണ് ആർസി പോകുന്നത്. നമ്മുടെ സ്വപ്നം അല്ലെ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ടു റിട്ടയർ യങ് ആൻഡ് റിച്ച് എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം വേണ്ടത് ഫൈൻഡ് എ വേ നോട്ട് ആൻ എക്സ്ക്യൂസ്. പല ആളുകളും എന്തെങ്കിലും കാര്യം പറയുമ്പോൾ എക്സ്ക്യൂസുകൾ കണ്ടെത്തുന്ന ആളുകളാണ്. അതല്ലാതെ അത് ചെയ്യാൻ എന്താണ് എനിക്കൊരു വഴി, അല്ലെങ്കിൽ അവിടേക്ക് എത്താൻ എനിക്ക് എന്താ ഒരു വഴി, അത് നിങ്ങൾ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ വലിയ വലിയ കാര്യങ്ങൾ, ഓൾ ബിഗ് തിങ്സ് കം ഫ്രം സ്മോൾ ബിഗിനിങ്സ്. ചെറിയ ചെറിയ ചുവടുകൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ചുവടുകൾ, ചെറിയ ചെറിയ പടികൾ, ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ നിന്നാണ് വലിയ വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാകുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതേപോലെ നമുക്ക് ഇതിപ്പോ 2024 ഒരു 10 വർഷം 2014 മുതൽ 2024 വരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. നിങ്ങളിപ്പോ നല്ല കാര്യമായാലും ചീത്തക്കാരിയായാലും ഒക്കെ ഈ ഒരു 10 വർഷം നിങ്ങൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ 5 വർഷം നിങ്ങൾ എന്ത് ചെയ്തു. ഇനി ഒരു 2024 കഴിയാനായി ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഇപ്പൊ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെയാണ്.
അപ്പം എന്തുകൊണ്ടും നിങ്ങൾക്ക് 2024 അവസാനിക്കുന്ന സമയത്ത് 2025 പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് ഈ ഒരു പ്രോഗ്രാം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ എ റിച്ച് പേഴ്സൺ ആൻഡ് എ പുവർ പേഴ്സൺ ഈസ് ഹൗ ദർ യൂസ് ദർ ടൈം. ഒരു പണക്കാരനും പെട്ടവൻ തമ്മിലുള്ള യഥാർത്ഥ ശരിക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ സമയം അവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത്. അല്ലാതെ അയാൾക്ക് വെവ്വേറെ ഒരുപാട് ഗുണങ്ങളോ ഒരുപാട് ബുദ്ധിയോ ഒരുപാട് സ്കില്ലുകളോ ഒന്നുള്ള ആളുകളല്ല. അവർക്ക് കിട്ടിയ സമയം, എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ആ മണിക്കൂറുകൾ അവരെങ്ങനെ പിന്നെ ചെലവഴിച്ചു എന്നുള്ളതാ. നെവർ ബി എ നമ്മുടെ പാസ്റ്റിന്റെ ഒരു തടവുകാരനായിട്ട് നമ്മൾ മാറാതെ പുതിയ ലെവലിലേക്ക്, പുതിയ ലെസണുകൾ പഠിച്ച് പുതിയ ലെവലിലേക്ക് നിങ്ങൾ എത്തിപ്പെടുക. ഡൂയിങ് ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട്, ദാറ്റ് ഈസ് ഇൻസാനിറ്റി എന്നാണ് പറഞ്ഞത്. അതായത് ഡൂയിങ് ദ സെയിം തിങ്, ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ, നിങ്ങൾ ചെയ്തത് തന്നെ ചെയ്തു, 10 വർഷമായിട്ട് ചെയ്ത് തന്നെ ചെയ്തു, 15 വർഷമായിട്ട് ചെയ്ത് തന്നെ ചെയ്തു, 2 വർഷമായിട്ട് ചെയ്ത് തന്നെ ചെയ്തു. എന്നിട്ട് നമ്മൾ വലിയൊരു അച്ചീവ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കുക. 2025 ഞാൻ എന്തൊക്കെയോ ആവണം. 2024 ചെയ്തത് തന്നെയാണ് ഞങ്ങൾ 2025 ചെയ്യുന്നെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയേ ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞത് ഇൻസാനിറ്റി, ഭ്രാന്ത് എന്ന് പറയുന്നത് ഡൂയിങ് ദ സെയിം തിങ്. നിങ്ങൾ ചെയ്ത് തന്നെ ചെയ്തിട്ട് ഒരു വലിയ റിസൾട്ട്, എന്താ പറയുക, എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട്. നമ്മൾ ചെയ്ത് തന്നെ ചെയ്യുന്നുള്ളൂ, പക്ഷെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതെവിടെയാ കിട്ടുക, അല്ലേ? അപ്പൊ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഇൻസാനിറ്റി എന്ന് പറയാ, ഭ്രാന്ത് എന്ന് പറയാ. ആ ഭ്രാന്ത് ഇല്ലാതെ ഇരിക്കട്ടെ എല്ലാവർക്കും. 2024 തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു കാര്യമേ എന്നോട് പറയാനുള്ളൂ. യാത്ര പുറപ്പെട്ട ബസ് പോലെയാവണം ജീവിതം. ആരൊക്കെ കയറിയാലും ഇറങ്ങിയാലും നാം നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ വിജയം. ഒരു ബസ് അങ്ങനെയാണല്ലോ, അല്ലെ? KSRTC ഇവിടുന്ന് കോഴിക്കോട്, ഇവിടുന്ന് പിന്നെ വയനാട്ടിലേക്ക് പോകുന്ന ബസ് ആര് ഇറങ്ങിയോ എത്ര കയറിയോ ഒന്നും നോക്കില്ല. അത് അവിടെ ബോർഡും വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ 2025 ഉള്ള ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തിയിരിക്കണം. നിങ്ങൾ ആരൊക്കെ കയറുന്നോ, ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പലരും ഇറങ്ങി പോയിട്ടുണ്ടാവും, പുതിയ ആളുകൾ അതിനേക്കാൾ വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇത് തീരുമാനിച്ച കാര്യത്തിലേക്ക് നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യണം, എത്തുക തന്നെ ചെയ്യും. ഈ ടീമിനോടൊപ്പം നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നു. എല്ലാവർക്കും, ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ആർസിയും ഗുഡ് ആർസിയും. താങ്ക് യു സർ.